നമസ്കാരം. ശിശുദിന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ നൈനിക നിജിൽ. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ന് ശിശുദിനം. സ്കൂളുകളിൽ ആഘോഷ പരിപാടികൾ, കുട്ടികൾക്ക് വിവിധ മത്സരങ്ങൾ, എങ്ങും ചാച്ചാജിയുടെ ഓർമ്മകൾ. ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശിശുദിനാഘോഷ പരിപാടിയുടെ ഭാഗമായി കുട്ടികളുടെ റാലി സംഘടിപ്പിച്ചു. രാവിലെ കളക്ട്രേറ്റ് മൈതാനിയിൽ നിന്നാരംഭിച്ച റാലി മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു. ശിശുദിനാഘോഷ പരിപാടിയുടെ ഭാഗമായുള്ള കുട്ടികളുടെ റാലിയുടെ റാലി ചടങ്ങാണ് നമുക്കറിയാം. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുന്നത്. കുട്ടികളെ ഏറെ സ്നേഹിച്ച ഈ രാജ്യത്തിൻ്റെ ഭാവി ഭാഗങ്ങളിൽ നിർണ്ണയിച്ച പ്രധാനമന്ത്രിയെ ഓർമ്മിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് കുട്ടികളുടെ പ്രധാനമന്ത്രി മിദ്ഹ ഫാത്തിമ, പ്രസിഡന്റ് ഐനവ് ദിജേഷ്, സ്പീക്കർ അവനിക അരുൺ, നവാൻ ദിനേഷ്, ആദയ സുജിത്ത് എന്നിവർ റാലി നയിച്ചു. വിവിധ സ്കൂളുകളിലെ കുട്ടികൾ റാലിയിൽ അണിനിരന്നു. കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ സംസാരിച്ചു. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ സൂചിപ്പിച്ചു, നമ്മൾ ജീവിക്കുന്ന ലോകം അത്ര സൗകര്യമുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള രോഗമായിട്ട് മാറുന്നു എന്നുള്ളൊരു കാര്യം സൂചിപ്പിച്ചു. പക്ഷേ ഇതിനേക്കാൾ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ ജനിച്ചതും അതേപോലെ തന്നെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതും ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് മാറി. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതിനേക്കാൾ എളുപ്പമുള്ള ഒരു മാർഗം എടുക്കാമായിരുന്നു. കാരണം അദ്ദേഹം ജനിച്ചു വീണത് അത്യാവശ്യം സമ്പത്തുള്ള അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു കുടുംബത്തിലാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് മോട്ടിലാൽ നെഹ്റു ഇന്ത്യയുടെ തന്നെ വലിയൊരു നേതാവായിരുന്നു. ഇതിനു മുമ്പ് നേതാവായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുള്ള മാർഗത്തിൽ അദ്ദേഹം പഠനമെല്ലാം നടത്തിയത് ലണ്ടനിലാണ്. ലണ്ടനിൽ പഠിച്ച് അവിടെ തന്നെ അഡ്വക്കേറ്റായിട്ട് അല്ലെങ്കിൽ വക്കീലായിട്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാമെന്നുള്ളൊരു അവസരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം വിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. ശിശുദിന ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സര പരിപാടികളുടെ ഉപഹാര വിതരണവും ചടങ്ങിൽ നടന്നു. പ്രസംഗം LP, ഉപന്യാസം LP, ഉപന്യാസം UP HSS, കഥാരചന LP, കഥാരചന UP, കഥാരചന HSS, കവിതാരചന LP, കവിതാരചന UP, കവിതാരചന HSS എന്നീ വിഭാഗങ്ങളിലുള്ള വിജയികൾക്കാണ് സമ്മാനം നൽകിയത്. കുറുവ UP സ്കൂളിൻ്റെയും കാഞ്ഞിര ദേശീയ യുവസംഘ വായനശാലയുടെയും നേതൃത്വത്തിൽ ശിശുദിന ആഘോഷിച്ചു. ആഘോഷത്തിൻ്റെ ഭാഗമായി പ്രത്യേക അസംബ്ലി നടന്നു. VV പുഷ്പരാജൻ ശിശുദിന സന്ദേശം നൽകി. നെഹ്റുവിന്റെ ജന്മദിനം ഇന്ത്യ രാജ്യം മുഴുവൻ ഇതുപോലെ ശിശുദിനമായി ആചരിച്ചു. അംഗനവാടി മുതലുള്ള കുട്ടികൾ വെള്ള വസ്ത്രങ്ങൾ ധരിച്ച് റാലികൾ നടത്തുന്നു. പാരാ ലീഗൽ വളണ്ടിയറും താലൂക്ക് ലീഗൽ സർവീസ് സൊസൈറ്റി കമ്മിറ്റി അംഗവുമായ CM സുമേഷ്, വായനശാല ലൈബ്രറിയൻ ശ്രീ ശൈലജ, ഹെഡ് മാസ്റ്റർ TK പ്രദീപൻ മാസ്റ്റർ, സ്റ്റാഫ് സെക്രട്ടറി K മുകേഷ് മാസ്റ്റർ, SRG കൺവീനർ CC സവിത ടീച്ചർ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. ശിശുദിന ആഘോഷ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിന് HMന് പകരം 7ാം ക്ലാസ്സിലെ ഫാത്തിമത്തുൽ മെഹറിഷ് ആയിരുന്നു. സ്കൂൾ ലീഡർ ആയിഷ അമ്നയും അസംബ്ലി നിയന്ത്രിച്ചു എന്നത് പ്രത്യേകം ശ്രദ്ധേയമായി. വായനശാലയുടെ വകയായി ലൈബ്രറിയിലേക്ക് ലൈബ്രറി പുസ്തകങ്ങൾ നൽകി വായനശാല സെക്രട്ടറി CM സുമേഷ് സ്കൂൾ ലൈബ്രറി ചുമതലയുള്ള K നിജില ടീച്ചർക്ക് പുസ്തകം കൈമാറി. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായി. അഴീക്കോട് ഭഗത് സിംഗ് അംഗനവാടിയിൽ ശിശുദിന പരിപാടികൾ സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ E ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ 135ാമത് ജന്മദിനമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. അതായത് കുട്ടികളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു ആളായിരുന്നു നമ്മുടെ നെഹ്റു. അപ്പോൾ അതുകൊണ്ട് തന്നെ ശിശുദിനം ആ 14-ാം തീയതി നമ്മൾ കൊണ്ടാടുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ അംഗൻവാടിയിൽ
എല്ലാ രക്ഷിതാക്കളുടെയും കൂട്ടായ്മയോടുകൂടി നല്ല രീതിയിൽ തന്നെ ആ പ്രവർത്തനം നമുക്കിപ്പോൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പല പ്രവർത്തന രീതികളും നമ്മുടെ ഈ അംഗൻവാടിയിൽ ഇപ്പോൾ നല്ല രീതിയിൽ നടക്കാൻ അതിന് മുൻകൈ എടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളുടെ രക്ഷിതാക്കളാണ്. അതിന് വളരെയധികം സന്തോഷമുണ്ട്. കുട്ടികളുടെ പ്രിയ ചാച്ചാജിയുടെ ജന്മദിനം കുരുന്നുകൾക്ക് ആഘോഷമായിരുന്നു. അഴീക്കോട് ഭഗത് സിംഗ് അംഗനവാടിയിലെ കുട്ടികൾ പ്രാർത്ഥനയോടെയാണ് പരിപാടികളിലേക്ക് കടന്നത്. വെൽഫെയർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത്. രാവിലെ തന്നെ കുട്ടികളും രക്ഷിതാക്കളും അണിനിരന്ന റാലിയും നടന്നു. വെൽഫെയർ കമ്മിറ്റി അംഗം രജിത്ത് അധ്യക്ഷത വഹിച്ചു. അംഗനവാടി വർക്കർ ജസീറ, രക്ഷിതാവ് ആശ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ മത്സരങ്ങൾ അരങ്ങേറി. കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ഇതോടെ ശിശുദിന വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.